തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണത്തിലുള്ള ഇസ്രയേലിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അവരെ വിറളി പിടിപ്പിക്കുന്നത് ഇറാൻ്റെ ഓരോ നീക്കങ്ങൾ തന്നെയാണ്. ഏഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ ഇറാൻ നടത്തുന്ന ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഇറാൻ എന്ന രാജ്യം അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളെ എങ്ങനെ നിലനിർത്തുന്നു എന്നതും അവരുടെ അടുത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നതും ഇസ്രയേലിനെ വളരെയധികം വിറളി പിടിപ്പിക്കുന്നുണ്ട്. കാരണം ഇറാൻ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഒരൊറ്റ കാര്യമാണ് വ്യക്തമാക്കിയത്: ഇസ്രയേൽ ഇനി ഒന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു നോക്കുക, ഇനി കയ്യും കെട്ടി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ പരമാവധി ക്ഷമിച്ചു, ഞങ്ങളെ ആണവ സമ്പുഷ്ടീകരണത്തിൻ്റെ പേരിൽ ആക്രമിച്ചു, അതൊക്കെ ഒരു പരിധിവരെ ഞങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കും. പക്ഷേ നിർധരരായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള, നിരായുധരായിട്ടുള്ള ഫലസ്തീനികളെ കഴിഞ്ഞ 2 കൊല്ലമായി വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഈ ഭരണത്തെ അവിടെ ഒരു റെജീം ചേഞ്ച് നടത്താൻ വേണ്ടിയുള്ള നീക്കമാണ്. ഇറാനിൽ ഭരണമാറ്റത്തിന് വേണ്ടിയാണല്ലോ നെതന്യാഹു വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. പക്ഷേ ഖത്തറിലുള്ള അമേരിക്കൻ എയർബേസ് തകർക്കപ്പെട്ടപ്പോഴാണ് അമേരിക്കയ്ക്ക് പെട്ടെന്ന് മനസ്സിലായത് ഇനി ഇറാനുമായി യുദ്ധം അധിക നാൾ നീണ്ടുപോയാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് എത്രയും പെട്ടെന്ന് തടയണം എന്നത്. പക്ഷേ ഇവിടെ ഇറാൻ കൃത്യമായി റഷ്യയും മറ്റ് UN രാജ്യങ്ങളുമായി ചേർന്ന് പല രീതിയിലുള്ള പുതിയ ഗൂഢതന്ത്രങ്ങൾ മെനയുകയാണ്. അത് ഏറ്റവും വലിയ ഭീതി ഉണർത്തുന്നത് ഇസ്രയേലിനും ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുന്ന ഏത് വൃത്തികേടിനും കൂടെ നിൽക്കുന്ന അമേരിക്കയ്ക്കുമാണ്. അമേരിക്കയ്ക്ക് കൃത്യമായി ഇറാനെ നന്നായി അറിയാം. ഇറാൻ മുറിവേറ്റ ഒരു രാജ്യമാണ്. അവരുടെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെ വധിക്കുമ്പോൾ ഇസ്രയേൽ കാണിക്കുന്ന ഒരു ആഹ്ലാദ പ്രകടനമുണ്ട്. ഇറാൻ കൃത്യമായി ഇസ്രയേലിനെ നോക്കി വച്ചിരിക്കുകയാണ്. എന്നെങ്കിലും കണക്കിന് കൊടുക്കും. ആ രാജ്യത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിർമാർജനം ചെയ്യും എന്ന് വെറുതെ ഇറാൻ പറഞ്ഞതല്ല. കാരണം ഇസ്രയേലികൾ സമാധാനത്തോടെ ജീവിക്കാതിരിക്കാൻ ഇറാന് വേണമെങ്കിൽ ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇസ്രയേലികൾക്ക് നല്ലപോലെ തിരിച്ചടി കൊടുക്കാൻ അവിടുത്തെ 80 ലക്ഷം ജനങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന പല രീതിയിലുള്ള സംവിധാനങ്ങളും ഇറാൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഏതറ്റം വരെ പോകും എന്ന് കാത്തിരിക്കുകയാണ് ഇറാൻ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിക്കൂ, ഫലസ്തീനികൾക്ക് വേണ്ടി ഇത്രയേറെ ശക്തമായ വാദഗതികൾ ഉയർത്തി അവരുടെ ക്ഷേമത്തിനും അവരുടെ ജീവനും സംരക്ഷണമൊരുക്കാൻ ഇത്രയധികം ഇസ്രയേലിനോട് നിന്ന് കിടപിടിച്ച ഒരു രാജ്യമില്ല. അതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ ചങ്കുറപ്പ് എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ വലിയ ആയുധ ശേഖരണമോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫെസിലിറ്റിയോ ഡെവലപ്മെൻറ്റോ ഒന്നുമല്ല, അവരുടെ ആ ചങ്കുറപ്പ്. അതാണ് ലോകരാജ്യങ്ങളിൽ പലർക്കും ഇറാനോടുള്ള മതിപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് റഷ്യ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ അതിൽ പങ്കെടുത്ത പ്രതിനിധികളെ അയച്ചത്? ഇറാനോടുള്ള ബഹുമാന പുരസ്സരം നടത്തിയ നീക്കമാണത്. ഇറാൻ ഇനി എടുക്കുന്ന തീരുമാനങ്ങളെ ഐക്യകണ്ഠേന റഷ്യ അംഗീകരിക്കുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. ഇസ്രയേലിനെ പൊളിച്ചെടുക്കാൻ കിട്ടുന്ന ഒരു അവസരവും റഷ്യ പാഴാക്കത്തുമില്ല.